നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മണലൂർ ഏരിയ കൺവെൻഷൻ കാരമുക്ക് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU മണലൂർ ഏരിയ ട്രഷറർ MK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TV മനോഹരൻ അധ്യക്ഷനായി. യൂണിയൻ ഏരിയ സെക്രട്ടറി VK വേലായുധൻകുട്ടി, ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CJ ജോയ്, KM ബിജു, ഏരിയ ജോയിന്റ് സെക്രട്ടറി PJ ജോൺസൺ, വൈസ് പ്രസിഡന്റ് PG ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. SKSS-F ചേർപ്പ് യൂണിറ്റ് സന്ദേശ പ്രചരണ യാത്ര നടത്തി. ജനുവരി 26-ന് പെരുവിലാവിൽ വെച്ച് നടക്കുന്ന മനുഷ്യജാലിക ജില്ലാ സമ്മേളനത്തിന്റെയും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിന്റെയും ഫെബ്രുവരി 3-4 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന SKSS-F 35ാം വാർഷിക സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥമാണ് സന്ദേശ പ്രചരണ യാത്ര സംഘടിപ്പിച്ചത്. SKSS-F ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഹുദവി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഖത്തർ SKSS-F തൃശൂർ ജില്ലാ പ്രസിഡന്റ് കമറുദ്ദീൻ KE മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് അഷറഫ് PS അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഫ്സൽ VT, ട്രഷറർ ഫർഹാൻ MN തുടങ്ങിയവർ സംസാരിച്ചു. പാറാപ്പറമ്പിൽ നിന്നും കനാലിലേക്ക് നടത്തിയ സന്ദേശയാത്രയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ഷൗക്കത്ത് അലി, ഫായിസ്, ഫൈസി, ഫയാസ്, ഷഫീഖ്, മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM-ന്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷി നാട്ടിക ഏരിയ തല നടീൽ ഉത്സവം ഏരിയ ചെയർമാൻ MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. KA വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KR സീത, സുരേഷ് മഠത്തിൽ, KH സുൽത്താൻ, PM മൃദുൽ, ശാന്തി ബാസി, VR ഷിജിത്ത്, TN ഉദയകുമാർ, CM നിസാർ, ബീന ഷെല്ലി തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിലെ 18 വാർഡുകളിലേക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. എല്ലാ വാർഡുകളിലും സംയോജിത കൃഷി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടീൽ ഉത്സവങ്ങൾ നടത്തുമെന്ന് വാടാനപ്പള്ളി സംയോജിത കൃഷി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. മണലൂർ GHSS സ്കൂളിലെ 2002-2003 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. സംഗമത്തിൽ അധ്യാപകരായ മല്ലിക, ലീല, സുഷമ, ലിമ, പുഷ്പം, ബെന്നി ഐസക്, ഗംഗാധരൻ എന്നിവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ OS ശരത്, TK ഹലെ, PV വിപിൻ, ഷിജി, സുനീഷ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേത്തല മുണ്ടശ്ശേരി കുടുംബസംഗമം കാഞ്ഞാണി സിംല ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. രക്ഷാധികാരി ജോസ് മുണ്ടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. 80 വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങൾ, വിവാഹ രജത സുവർണ ജൂബിലി പൂർത്തിയാക്കിയവർ, നവദമ്പതികൾ, നവജാത ശിശുക്കൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വിവിധ കലാപരിപാടികളും മത്സരങ്ങളും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അന്തിക്കാട് പുത്തൻപിള്ളിക്കാവ് കാർത്തികവേലയുടെ ശനിയാഴ്ച വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ മടങ്ങിയത് തർക്കം ഒഴിവാക്കാനും അർഹതയുണ്ടായിട്ടും തങ്ങളുടെ ദേശത്തിന്റെ ആനയെ തിടമ്പേറ്റാൻ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണെന്നും അന്തിക്കാട് കല്ലിടവഴി നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്യോഗസ്ഥന്റെ തെറ്റായ നടപടി മൂലമാണ് തങ്ങളുടെ ദേശത്തിന്റെ ആനയായ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്ക് തിടമ്പേറ്റാൻ സാധിക്കാതെ വന്നത്. 2012 ഫോറസ്റ്റ് രേഖ പ്രകാരം തൃക്കടവൂർ ശിവരാജന് 311 സെന്റിമീറ്ററും ചിറക്കൽ കാളിദാസിന് 308.3 സെന്റിമീറ്ററുമാണ് ഉയരം. എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഉയരം തെറ്റായി രേഖപ്പെടുത്തി. ഇതുമൂലം ഏറ്റവും ഉയരമുണ്ടായിട്ടും തിടമ്പേറ്റാൻ തങ്ങളുടെ ദേശത്തിന്റെ ആനയെ പരിഗണിക്കാതെ വടക്കുമുറി ദേശത്തിന്റെ കാളിദാസൻ എന്ന ആനയെയാണ് തിരഞ്ഞെടുത്തത്. തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് MV സന്തോഷ്, കൺവീനർ AA സഞ്ജയ്, M വിജയൻ, ഷനീഷ് കല്ലയിൽ, M നന്ദകുമാർ, പടിഞ്ഞാറ് ദേശം കമ്മിറ്റി ട്രഷറർ PC രാജു എന്നിവർ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 10:30 നടന്ന തിരുനാൾ കുർബാനയ്ക്ക് പുതുക്കാട് ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൗസ് അസിസ്റ്റന്റ് പ്രൊക്യൂറേറ്റർ ഫാദർ ലിൻസൺ തട്ടിൽ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ചാലിശ്ശേരി, സോബി ഡേവിസ്,
റാഫി ആലപ്പാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ആൻഡോ ചാലിശ്ശേരി, വളണ്ടിയർ കൺവീനർ ആൻഡോ മേക്കാട്ടുകുളം, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകളും നടന്നു. ജനുവരി 28-നാണ് 8-ാമിടം തിരുനാൾ. വാണിജ്യം. തൃപ്രയാറിൽ പേസ്മെന്റ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക രീതിയിൽ ഓഫീസുകളും ഭവനങ്ങളും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകുന്നതിൽ വിദേശത്ത് ദീർഘകാലം പ്രവർത്തന പരിചയത്തിന് ശേഷം നാട്ടിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ഈ സ്ഥാപനം. വിദേശത്തെ ദീർഘകാല ലോകപരിചയത്തിനും പ്രവർത്തന പരിചയത്തിനു ശേഷം കേരളത്തിലും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ആഗ്രഹത്തെ തുടർന്നാണ് തങ്ങൾ തൃപ്രയാറിൽ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടറായ പ്രജീഷ് പറയുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓഫീസുകളുടെയും വീടുകളുടെയും ഡിസൈനിംഗ് വർക്കുകളും നിർമ്മിതിയും ചെയ്തു നൽകുന്നതിനുള്ള സൗകര്യം ഇവിടെ നിന്നും ലഭ്യമായിരിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ഏറ്റവും സന്തോഷം തോന്നിയത് ഇവരൊരു സഹോദര ബന്ധത്തിന് അത് കാണുമ്പോഴാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുവേണ്ടി കൂടുതൽ അധ്വാനം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്കെതിരെ എന്തു വന്നാലും നമ്മുടെ ലക്ഷ്യം മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. ഒരു വിജയം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ആശംസകളും ഈ ചടങ്ങിന് എല്ലാവിധ നന്ദി അർപ്പിക്കുക. മാനേജിംഗ് ഡയറക്ടർ പ്രജീഷിന് പുറമെ കുടുംബാംഗങ്ങളും ആർട്ടിസ്റ്റ് രവീന്ദ്രൻ വലപ്പാടും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 7902219442 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ സ്ഥാപനമാണ്. അവിടെ നിന്ന് പ്രയാറ് ദിനേശൻ നിർവഹിച്ചു. അതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയൻ്റെ സ്ഥാപനമാണത്. പ്രജീഷ് ഷോപ്പ് നമ്മുടെ കുടുംബ ആലയങ്ങളെല്ലാവരും വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.